ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് പരാതി. പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലാണ് പരാതി നൽകിയത്. സിറിയക് ജോസഫിനെതിരെ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് ജോമോൻ പരാതിയിൽ പറയുന്നത്? വേണു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ജസ്റ്റിസ് സിറിയക് ജോസഫ് തൻ പദവിയിലിരിക്കെ പദവി ദുരുപയോഗം ചെയ്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതാണ്. ഈ ആരോപണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം എന്നതാണ് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ആവശ്യം. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സമയത്തും ഒപ്പം കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും ഒപ്പം ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ സമയങ്ങളിലെല്ലാം തന്റെ പദവി ദുരുപയോഗം ചെയ്ത് അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തി. ഇതാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, തന്റെ പദവി ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കാൻ സിറിയക് ജോസഫ് ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളും ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നതാണ് പ്രധാനമായും ഇപ്പോൾ ആവശ്യമായി ഉയർന്നിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് ജോമോൻ പുത്തൻപുരയ്ക്കൽ അയച്ചത്. നേരത്തെയും ഈ സിറിയക് ജോസഫിനെതിരെ സമാനമായ ആരോപണം KT ജലീൽ അടക്കം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ ദുരിതാശ്വാസ ദുർവിനിയോഗ കേസിൽ നേരത്തെ ജസ്റ്റിസ് സിറിയക് ജോസഫ് ആയിരുന്നു വിധി പറഞ്ഞിരുന്നത്. സർക്കാരിന് അനുകൂലമായ വിധിയായിരുന്നു നേരത്തെ വന്നിരുന്നത്. മാത്രമല്ല, ഈ പല സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ സിറിയക് ജോസഫിനെതിരെ ഉയർന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തന്നെ ഒരു പരാതി പോകുന്നത്. ആ പരാതി നൽകിയിരിക്കുന്നത് പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കലാണ്. വേണം. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.